വാർത്തകൾ തുടരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളിൽ കന്നുകാലി പരിപാലനത്തിലും ക്ഷീര ഉൽപ്പന്ന നിർമ്മാണത്തിലും സജ്ജമാക്കുന്നതിനു വേണ്ടി ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന സ്റ്റുഡൻസ് ഡയറി ക്ലബിന്റെ പ്രവർത്തനം പെരിഞ്ഞനം RMVHS സ്കൂളിൽ ആരംഭിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK അബ്ദുൾ മജീദ് സ്റ്റുഡൻസ് ഡയറി ക്ലബിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ക്ഷീര കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു 5 കന്നുകാലി ഉണ്ടെന്നെങ്കിൽ തന്നെ അവിടെ അവരും അവരുടെ കുടുംബവും അല്ലാതെ വേറെ ഒരാളെ പകരം വെച്ചുകൊണ്ട് അവർക്കൊരു കൂലി കൊടുക്കാൻ പറ്റാത്ത ഒരു മേഖലയും ക്ഷീരമാണ്. കന്നുകാലി വളർത്തലാണ്. അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം എടുക്കുന്ന പണിയുടെ ഇന്നത്തെ ഒരു തൊഴിലാളിയുടെ കൂലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാക്സിമം 600-550 രൂപ വരികയാണ്. ഭാര്യയും ഭർത്താവും കുട്ടികളും അടക്കം സഹായിക്കുന്ന ചില വീടുകളുണ്ട്. അവർക്ക് ദിനം പ്രതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ 1500-2000 രൂപ പണിയെടുക്കേണ്ടത്. വരുമാനം വളരെ തുച്ഛമായതുണ്ടാവുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൃന്ദ പ്രേംദാസ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ പഠന കിറ്റ് വിതരണം ചെയ്തു. ഡയറി ക്ലബ്ബ് ചെയർമാൻ KK കുട്ടൻ, PTA വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വാദിയെടുത്ത്, മതിലകം ക്ഷീരവികസന ഓഫീസർ PE ഡോളസ്, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സൈമൺ ക്രിസ്റ്റി പാറമേൽ, PA മുംതാസ്, M ജയകുമാർ, KS രജനി എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി വെസ്റ്റ് SNVLP സ്കൂൾ 86ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക സുലഭ ടീച്ചർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്കൂള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ പരിശോധിക്കുമ്പോഴാണ് ഓരോ നാട്ടിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ മനുഷ്യരും അക്ഷരം പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് വിവേകാനന്ദൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഒന്ന് അദ്ദേഹം പറഞ്ഞത് ചിക്കാഗോയിലെ പ്രസംഗമാണ്. അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതാണ്. ആ വിളിക്ക് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ വിളി കേട്ടുകൊണ്ട് അല്ല എന്താവട്ടെ ഏതാണ്ട് ആ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും ഉയർന്ന രീതിയിലൂടെ നടന്നൊരു പ്രവർത്തനം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. പ്രൊഫസർ KU അരുണൻ, ജനപ്രതിനിധികളായ PS ഷാഫി, ബൈന പ്രദീപ്, PTA പ്രസിഡന്റ് സീന നന്ദനൻ, ലത വസന്തരാജ്, AV വീണ, MA ഫൈസൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. നാട്ടിക സെൻട്രൽ UP സ്കൂൾ വാർഷികാഘോഷവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. പഴക്കമുള്ള ഒരു വിദ്യാലയമാണ് സെൻട്രൽ UP സ്കൂൾ. ആയിരക്കണക്കിന് ആളുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു കൊടുത്ത വിദ്യാലയം എന്ന നിലയിലും നമ്മുടെ നാട്ടിലെ ഭാവി കരുപിടിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നതിനും സെൻട്രൽ UP സ്കൂളിനെ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഒപ്പം തന്നെ നാടിന്റെ വികസനപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ ഈ വിദ്യാലയത്തിനും അതിൻ്റെതായ പങ്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. വാർഷിക ആഘോഷത്തോടൊപ്പം അധ്യാപക രക്ഷാകർതൃ ദിനം കൂടി ഇന്നിവിടെ ആചരിക്കുകയാണ്. മുൻകാലങ്ങളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിലെ ഉത്തരവാദിത്തം അധ്യാപകർക്ക് മാത്രമായിരുന്നുവെങ്കിൽ ഇന്നതിന്റെ പങ്ക് രക്ഷകർത്താക്കൾ കൂടി വഹിക്കുന്നു എന്നതാണ് ശരി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV വിമൽകുമാർ അധ്യക്ഷനായി. വലപ്പാട് AEO AB ജയപ്രകാശ്, R ലിസ, ശ്രീദേവി ഷൺമുഖൻ, ലിജി നിതിൻ, NG രഘുനന്ദനൻ, സുബില പ്രസാദ് എന്നിവർ സംസാരിച്ചു. DYFI ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ജാഥയ്ക്ക് കയ്പമംഗലം കൊപ്രക്കളത്ത് സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ KS ദിലീപിന് പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി. വൈസ് ക്യാപ്റ്റൻ VN രാജേഷ്, മാനേജർ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, KB സുഗദാസ്, KV നവാസ്, PA ഷെജീർ, PS ഷെഫീർ, PA വിമൽകുമാർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ യുവജന സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്നതാണ് മറ്റ് യുവജന സംഘടനകളെല്ലാം എന്നുള്ളത് കൊണ്ട് മാത്രം പേരിനോടൊപ്പം ജനാധിപത്യം എന്ന പദപ്രയോഗം നടത്തുന്ന യുവജന സംഘടനകളാണ് മിക്ക യുവജന സംഘടനകളും നാട്ടിലുള്ളത്.
എന്നാൽ പേരിന്റെ ജനാധിപത്യം എന്നത് പേരിനോടൊപ്പം ആലങ്കാരികമായി പ്രയോഗിക്കപ്പെടേണ്ട ഒരു പദമല്ല എന്നും അതിനുമപ്പുറം സംഘടനയ്ക്കകത്തും സമ്മേളനത്തിനകത്തുമെല്ലാം ജനാധിപത്യത്തിൻ്റെതായ ഉള്ളടക്കത്തോടുകൂടി നാട്ടിലെ യുവതി യുവാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങളെ ഏറ്റെടുക്കുകയും അതിന്റെ പോരാട്ടങ്ങളെയും പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക എന്ന ചെറുതല്ലാത്ത ദൗത്യമാണ് യുവജന സംഘടന 2 ദിവസങ്ങളായി കുന്നംകുളത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് എടുക്കാൻ പോകുന്നത്. കയ്പമംഗലം കൂരിക്കുഴി കോതങ്ങത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, നവകലശം, പഞ്ചഗവ്യം, ഉപദേവതകൾക്ക് കലശം, ശീവേലി, പറക്കെഴുന്നള്ളിപ്പ്, പകൽപൂരം, ദീപാരാധന, തായമ്പക, ഭഗവതിക്ക് കളമെഴുത്തും പാട്ടും എന്നിവ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. ചളിങ്ങാട് മഹാവിഷ്ണു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം മാർച്ച് 17, 18, 19 തീയതികളിൽ നടക്കും. 17-ന് പുലർച്ചെ മഹാഗണപതി ഹോമം, 8-ന് പന്തിരടി പൂജ, അന്നദാനം, വൈകിട്ട് 6-ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, 7:45-ന് അത്താഴപൂജ, രാത്രി 8-ന് നൃത്തപരിപാടികൾ എന്നിവ ഉണ്ടാകും. 18-ന് പുലർച്ചെ 5:30-ന് ഗണപതി ഹോമം, 7-ന് ബിംബശുദ്ധി, 11-ന് ഉച്ചപൂജ, തുടർന്ന് അന്നദാനം, വൈകിട്ട് 6-ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, രാത്രി 7:45-ന് അത്താഴപൂജ, 8-ന് പാഞ്ചാലി സ്വയംവരം, ചാക്യാർകൂത്ത് എന്നിവ നടക്കും. 19-ന് രാവിലെ 9-ന് ശീവേലി, 10-ന് പഞ്ചവിംശതി, കലശപൂജകൾ, കലശാഭിഷേകം, തുടർന്ന് കാവടിയാട്ടം, 11-ന് ഉച്ചപൂജ, ശ്രീഭൂതബലി, വൈകിട്ട് 4-ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി, 6:30-ന് ദീപാരാധന, തുടർന്ന് വെടിക്കെട്ട്, നാദസ്വര കച്ചേരി, രാത്രി 7-ന് തായമ്പക, പുലർച്ചെ 2-ന് വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടാകും. ചളിങ്ങാട് ജുമാ മസ്ജിദിന് വടക്ക് പോക്കാക്കിലത്ത് കുഞ്ഞിബാവയുടെ മകൻ ഖാദർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സാറയാണ് ഭാര്യ, ഇബ്രാഹിം മകനാണ്. ഇനി പ്രധാന വാർത്തകൾ വീണ്ടും. പൂരം വരവിനിടെ അനുസരണക്കേട് കാട്ടിയ ആന അരമണിക്കൂറോളം റോഡിന് കുറുകെ നിന്നു. ചീപ്പ് തകർന്നിട്ട് മാസങ്ങളായി, ഉപ്പുവെള്ളത്തിന്റെ ദുരിതം പേറി നാട്ടുകാർ. ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന സ്റ്റുഡൻസ് ഡയറി ക്ലബിന്റെ പ്രവർത്തനം പെരിഞ്ഞനം RMVHS സ്കൂളിൽ ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.